വാർത്തകളിലേക്ക്. കോഴിക്കോട് കോതയിൽ ശുചിമുറി മാലിന്യ സംസ്കരണ ഫാക്ടറി കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ സമരം നടത്തിയവർക്കെതിരെ എടുത്ത കേസുകൾ സർക്കാരിന് പിൻവലിക്കാവുന്നതേ ഉള്ളൂ എന്ന് സമരക്കാരുടെ അഭിഭാഷകൻ AV അൻവർ. ഗുരുതര വകുപ്പുകളല്ല ചേർത്തിരിക്കുന്നത്. പദ്ധതി ഉപേക്ഷിച്ച സാഹചര്യത്തിൽ ജനകീയ സമരത്തിൽ പങ്കെടുത്തവരെ ശിക്ഷിക്കരുതെന്നും AV അൻവർ മീഡിയ വണ്ണിനോട്. കോതി സമരക്കേസ് ഇന്നും മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് അഡ്വക്കേറ്റ് AV അൻവറാണ്. അദ്ദേഹം സംസാരിക്കാം. ഇപ്പോൾ വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ശരിക്കും സ്ത്രീകളടക്കം ഒരുപാട് ആൾക്കാർ പ്രതികളായി വരുന്നുണ്ട്. നിരന്തര കോടതി വരേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ കേസിൽ മൊത്തം 41 പ്രതികളാണുള്ളത്. നിലവിൽ തന്നെ 2 പ്രതികൾ ഉപജീവനാർത്ഥം ഗൾഫിലാണുള്ളത്. അവർക്ക് വാറണ്ടാണ്. ബാക്കി വരുന്ന പ്രതികൾ എല്ലാവരും കൃത്യമായിട്ട് ഹാജരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒടുവിൽ അവരെല്ലാവരും ജാമ്യം എടുത്തു. ഇനിയിപ്പോൾ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുക, അവരുടെ പേരിലുള്ള കുറ്റം വായിച്ച് കേൾപ്പിച്ച് അവർ ആ പ്രോസസ്സിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ പ്രതികളില്ലാത്തതുകൊണ്ട് 2 പേർക്ക് വാറണ്ട് ഉള്ളതുകൊണ്ട് അവരെ ജാമ്യത്തിലെടുത്ത ആളുകൾക്ക് നോട്ടീസ് ആയതിനു ശേഷം മാത്രമേ ഈ നിലവിൽ കേസിൽ ഹാജരായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കേസിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പ്, അതായത് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് വരാത്ത ആളുകളുടെ കേസ് മാറ്റിക്കൊണ്ട് ഇത് വിചാരണയിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഉണ്ടായിരിക്കുന്ന ഒരു വളരെ വേദനാജനകമായൊരു സംഭവം, പ്രതികളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞത് അവരിപ്പോൾ ഗർഭിണിയാണ്. അടുത്ത കേസ് വെച്ചിരിക്കുന്നത് ഫെബ്രുവരി 16-നാണ്. ഫെബ്രുവരി 16 എന്ന് പറയുമ്പോൾ 2026. അങ്ങനെ വരുമ്പോൾ അത് അവരുടെ 7-ാം മാസമാണ്. അപ്പോൾ 7 മാസം ഗർഭിണിയായ സ്ത്രീ കോടതിയിൽ വരിക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രയാസവും കാര്യങ്ങളും അവരെന്നോട് പറയുണ്ടായി. ഞാൻ അവരോട് പിന്നെ മെഡിക്കൽ ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോടതി അത് ബോധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നം, റംസാൻ ആരംഭിക്കുകയാണ്. 16-ന് ആരംഭിക്കുന്നതാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോമ്പ് 2-ന് ആയിരിക്കും ഈ കേസ് വരുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ സമയത്ത് റംസാനും അതുപോലെ ഈ പറയുന്ന ആളുകളുടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ കണക്കിലെടുത്ത് യഥാർത്ഥത്തിൽ ഇത് അവർക്ക് വലിയൊരു പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഗവൺമെൻറ് ഇതിനേക്കാളും വലിയ സീരിയസ് ആയിട്ടുള്ള കേസുകളൊക്കെ വളരെ കാര്യമായി തന്നെ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ ഈ പാവപ്പെട്ട ജനങ്ങളെ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നതിൽ നിന്നും കാര്യമായി ആലോചിച്ച് മാറ്റി കൊടുക്കുന്നതിനുള്ള സാഹചര്യം വേണമെങ്കിൽ ഭരണതലത്തിൽ ആലോചിക്കാവുന്നതാണ്. സർക്കാരിനാണെങ്കിൽ പിൻവലിക്കാവുന്നതേ ഉള്ളൂ കേസ്. തീർച്ചയായിട്ടും വളരെ എത്ര രാഷ്ട്രീയ കേസുകൾ പിൻവലിക്കുന്നുണ്ട്. ഇതിനേക്കാളും ഗുരുതരമായിട്ടുള്ള ഒഫൻസുകളുള്ള ഇതിലിപ്പോൾ ആകെ ഉള്ളതെന്ന് പറയുന്നത് കുട്ടികളെ സമരത്തിൽ പങ്കെടുപ്പിച്ചതിന് 75 JJ ആക്ട് പ്രകാരമുള്ള കേസും അതുപോലെ തന്നെ 353 ഔദ്യോഗിക കൃത്യനിർവഹണ തടസ്സം ഉണ്ടാക്കി എന്നതുൾപ്പെടെയുള്ള കേസുകളേ ഉള്ളൂ. അതിൽ അതീവ ഗുരുതരമായ വലിയ കേസുകളൊന്നും അതിൽ ഒഫൻസൊന്നും അതിലില്ല. അതുകൊണ്ട് സർക്കാരിന് വേണമെന്ന് വെച്ചാൽ ഈ കേസ് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അത് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വിചാരിച്ചാൽ വളരെ ഈസിയായിട്ട് നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. പ്ലാന്റ് തന്നെ ശരിക്കും പദ്ധതി ഉപേക്ഷിച്ചു.